ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനോട് പറഞ്ഞു തരാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ പുരയിടത്തിൽ കൃഷി ചെയ്താലും അതുപോലെ തന്നെ നമ്മളെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്താലും വേനൽക്കാല കൃഷിയിൽ പൊതുവേ കണ്ടുവരുന്നതാണ് ചെടികളുടെ ഇല മഞ്ഞളിപ്പ്. മഞ്ഞളിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചെടിയിൽ കാണുന്നത് പോലെ തന്നെ ഈ ചെടിയുടെ അരികുവശങ്ങളിൽ നിന്നും കരിഞ്ഞു വരിക, അതുപോലെ തന്നെ ഉൾവശമൊക്കെ മഞ്ഞളിക്കുക. പൊതുവേ ഇത് കാണുന്നത് മത്തൻ, കുമ്പളം, അതുപോലെ തന്നെ വെള്ളരി, പാവൽ, പയർ അങ്ങനെയൊക്കെ ഉള്ള ചെടികളാണ്. അത് പൊതുവേ വെള്ളരി വർഗ്ഗ വിളകൾ എന്ന് മാത്രമല്ല, നമ്മളെ പച്ചക്കറി വിളകളിൽ പൊതുവേ കണ്ടുവരുന്നതാണ് ഈ മഞ്ഞളിപ്പ് രോഗം. കൂടുതലായും ഈ ലക്ഷണം കണ്ടുവരുന്നത് നമ്മളെ കുക്കർബിറ്റേഷ്യ കുടുംബത്തിൽപ്പെട്ട, അതായത് കക്കരി, കഴുത്തൻ, മത്തൻ, കുമ്പളം, അതുപോലെ തന്നെ നമ്മളെ പാവൽ, പയർ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതാണ് കുക്കർബിറ്റേസിയ കുടുംബം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിളകളിലാണ് സാധാരണയായി കൂടുതലായും മഞ്ഞളിപ്പ് രോഗം കണ്ടുവരുന്നത്. മച്ചന്മാർ വിചാരിക്കും ഇലകൾ മഞ്ഞളിച്ചാലും നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഇല പോയി കഴിഞ്ഞാൽ ഒരു കായയുടെ പകുതി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ചെടികൾ ഭക്ഷണമുണ്ടാക്കുന്ന സ്ഥലമെന്ന് പറയുന്ന ഇലകളാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ എനർജി ചെടികളിലേക്ക് കൊണ്ടുവരണമെങ്കിലും ഇലകൾ വേണം. അപ്പോൾ ചെടികളുടെ ഇലകൾ എന്ന് പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മൾ ചെടിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ വരുമാന മാർഗവും ചെടിയാണ്. അപ്പോൾ നമുക്ക് ചെടികളുടെ ഇലകൾ മഞ്ഞളിക്കുന്നത് എന്തിനാണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ മച്ചാന്മാർക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ പ്രധാനമായും സംഭവിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികൾക്ക് ഹരിതകത്തിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. അതായത് ചെടികളുടെ ഇലകളിലെ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഈ ക്ലോറോഫില്ലിൻ്റെ പ്രധാന ഘടകമാണ് മഗ്നീഷ്യം. നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ഇലകളിൽ മഗ്നീഷ്യം ലഭിക്കാതെ വരികയും ഇലകളിലെ ഹരിതകത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇലകളിൽ മഗ്നീഷ്യം ഇല്ലാതാകുമ്പോൾ എൻസൈമുകളുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഇതിന് രണ്ടിനും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ മഗ്നീഷ്യം. ഒരു ചെടി മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവാണ് എന്നറിയിക്കുന്നത് അതിൻ്റെ മൂത്ത ഇലകൾ പഴുത്ത് വരുമ്പോൾ, അതായത് മഞ്ഞ കളറായി വരുമ്പോഴാണ്. മുകളിലത്തെ കുരുന്നിലകളിലല്ല, ഏറ്റവും താഴത്തെ മൂത്ത ഇലകളിലാണ് ഈ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇലകളുടെ നരമ്പുകൾ പച്ച കളറിലും ബാക്കിയുള്ള ഭാഗം മഞ്ഞ കളറിലും ആയിരിക്കും. ഈ ഒരു കുറവ് പ്രധാനമായും മനസ്സിലാക്കുന്നത് നമ്മുടെ കുരുമുളകുകളുടെ ഇലകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. കാരണം കുരുമുളകിൽ ഇതിൻ്റെ സിംറ്റംസ് കറക്റ്റായിട്ട് കാണിക്കും. അതായത് ഇലയുടെ നരമ്പ് ഭാഗം മാത്രം പച്ച കളറിലുണ്ടാവും, ബാക്കിയുള്ള ഭാഗം എല്ലാം മഞ്ഞളിച്ചിട്ടും ഉണ്ടാവും. ഇങ്ങനെ നമ്മളെ ചെടികളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മണ്ണിൽ മഗ്നീഷ്യം ഇല്ല എന്നാണ്. അതായത് താഴെയുള്ള ഇലകൾ, ഏറ്റവും അടിഭാഗത്തുള്ള മൂത്ത ഇലകൾ മഞ്ഞളിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഈ ലക്ഷണത്തിൽ കാണുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ മഗ്നീഷ്യം കൃത്യമായും ചെടികൾക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ മഗ്നീഷ്യം നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ ഈ പൊട്ടാഷ് കൊടുക്കും പോലെ എപ്പോഴെങ്കിലും കൊടുത്താൽ പറ്റില്ല. കൃഷിയുടെ തുടക്കം തൊട്ട് തന്നെ നമ്മൾ മഗ്നീഷ്യവും കൊടുത്തു തുടങ്ങണം. അതായത് ചെടികളുടെ ഇലകൾ ആഹാരം പാചകം ചെയ്തതിന് ശേഷം മാത്രമല്ലേ അതിൽ പൂവും കായും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മഗ്നീഷ്യം ആദ്യമേ തന്നെ ചെടിക്ക് കൊടുത്തു തുടങ്ങണം. അപ്പോൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എങ്ങനെയാണ് നമ്മളെ ചെടിക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് ഒരു ഏക്കറിലേക്ക് നമുക്ക് കൊടുക്കേണ്ട മഗ്നീഷ്യത്തിൻ്റെ അളവ് കണക്കെന്ന് പറഞ്ഞാൽ 32 കിലോയാണ്. ഒരു ഏക്കറിലേക്ക് 32 കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെൻറ്റിലേക്ക് 320 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇതിനി പച്ചക്കറി വിളകൾക്കാണെങ്കിലും നെൽകൃഷിക്കാണെങ്കിലും ഇത് തന്നെയാണ് അളവ്. അത് നമ്മൾ ചെടി നടുന്ന സമയത്ത് അടിവളമായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ഒരു സെൻറ്റിലേക്ക് നമുക്ക് 160 ഗ്രാം ആദ്യം ചേർത്ത് കൊടുക്കാം അടിവളമായി. ഇത് കഴിഞ്ഞ് നട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്ക് 160 ഗ്രാം കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും വളർച്ചാഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു പ്രധാന വളമായിട്ട് തന്നെ നമ്മൾ മഗ്നീഷ്യത്തെ കാണണം. അപ്പോൾ മച്ചാന്മാർ പൊതുവേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രോ ബാഗിലേക്ക് എത്ര അളവിലാണ് കൊടുക്കേണ്ടത്. ഗ്രോ ബാഗിൽ നമ്മൾ ആദ്യം നിറയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു 40 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് 40 ഗ്രാം കൂടി ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ ചെടിക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഗ്രോ ബാഗിലെ ചെടി നല്ല പുഷ്ടിയോടെ നല്ല കരുത്തോടെ വളർന്നു വരും. ഈ ചെടിയുടെ വളർച്ചാ സ്റ്റേജിൽ തന്നെയാണ് എപ്പോഴും നമ്മൾ മഗ്നീഷ്യം നൽകേണ്ടത്. അപ്പോൾ മച്ചാന്മാർ ചിന്തിക്കും, മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എന്തിനാണ് പറയുന്നത്, എപ്സം സാൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിയാൽ പോരെയെന്ന്. അതായത് മഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ തന്നെ എപ്സം സാൾട്ടും രണ്ടാണ്. രണ്ടാണെങ്കിലും ഇതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. എപ്സം സാൾട്ട് എന്ന് പറയുന്നത് വലിയ പാക്കറ്റുകളിലൊക്കെ ആക്കി വരുന്നതാണ്. അതിന് ഒരു കിലോയ്ക്ക് തന്നെ ഏതാണ്ട് 300 രൂപ 250 രൂപയൊക്കെ വിലയാണ്. അതേസമയം മഗ്നീഷ്യം സൾഫേറ്റ് 1 കിലോയ്ക്ക് അങ്ങനെ പറഞ്ഞ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് നമുക്കൊരു 20 രൂപ 25 രൂപ ആ കണക്കിലൊക്കെ കിട്ടും. അതേസമയം നിങ്ങൾ വലിയ ഫെർട്ടിലൈസർ കടകളിലൊക്കെ ചെന്ന് എപ്സം സാൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു പാക്കറ്റായിട്ടും തരുന്നത്. അത് പക്ഷേ വില കൂടുതലാണ്. പക്ഷേ ഈ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ അതേ ക്വാളിറ്റിയും അതേ ഗുണങ്ങൾ തന്നെയാണ് ഈ എപ്സം സാൾട്ടിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കടകളിൽ ചെന്നാലും മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കണം. എപ്സം സാൾട്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കരുത്. അത് നിങ്ങളെ പറ്റിക്കപ്പെടും, നിങ്ങളെ പൈസ പോകും. ഈ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മളെ ചെടിക്ക് കൊടുത്തില്ല എങ്കിൽ ഉണ്ടാകുന്ന ദോഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ഇലകളിൽ നിർമ്മിക്കുന്ന ഭക്ഷണമാണ്. അപ്പം നല്ലതുപോലെ ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ അവിടെ ഹരിതകം വേണം. ഈ ഹരിതകം ഉണ്ടാവണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നട്ട് പരുവമായി, അതായത് വിളവെടുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാമോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ചേർക്കുമ്പോൾ 40 ഗ്രാമിൽ കൂടുതൽ നമ്മളെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചേർക്കരുത് എന്ന് മാത്രം. അതുപോലെ തന്നെ ഈ മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ മണ്ണ് നല്ലതുപോലെ പോട്ടി മിക്സ് നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെടിച്ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ 10 ഗ്രാം എന്ന അളവിൽ നമ്മൾ ചാണകപ്പൊടിയോ വല്ല മേൽമണ്ണോ എടുത്ത് മിക്സ് ചെയ്തിട്ട് അതോടൊപ്പം ഇത് ചേർത്ത് ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് 4 തവണയായിട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് പുരയിടത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നതെങ്കിൽ 1 സെൻറ്റിലേക്ക് നമുക്ക് 160 ഗ്രാം എന്ന അളവിൽ നമ്മൾ മേൽമണ്ണുമായിട്ട് ചേർത്തിളക്കിയോ ചാണകപ്പൊടിയുമായിട്ട് ചേർത്തിളക്കിയോ ചുവട് ഭാഗത്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴും നല്ലതുപോലെ നനവ് കൊടുക്കണം. നനവ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ ഈ ചെടിയിൽ കാണുന്നത് മഗ്നീഷ്യത്തിൻ്റെ അഭാവമാണ്. ഇത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഫോട്ടോയാണ്. പുള്ളിയുടെ പയർ ചെടികൾക്കും അതുപോലെ തന്നെ മറ്റ് ചെടികൾക്കുമുള്ള ഒരു രോഗാവസ്ഥ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇത് ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായും മഗ്നീഷ്യം ചേർത്തിരിക്കണം. മഗ്നീഷ്യം നമ്മളെ ചെടിക്കായാലും ശരി മനുഷ്യനായാലും ശരി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലക്ഷക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് കോശഭിത്തി എന്ന് പറയുന്ന സെൽ വോൾ ഉണ്ടാക്കാനായിട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയേണ്ടത് കാൽസ്യവും അതുപോലെ തന്നെ മഗ്നീഷ്യവുമാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചെടിക്ക് മഗ്നീഷ്യം കിട്ടിയില്ല എങ്കിൽ ആ ചെടിയുടെ സെൽ വോളുകൾ നേർത്തു പോവുകയും ഈ ഒരു സമയം നോക്കി നമ്മുടെ കീടങ്ങളുടെ ആക്രമണം ചെടിക്ക് കൂടുതലായി കാണുകയും ചെയ്യും. അതായത് പ്രതിരോധമില്ലാത്ത ഒരു സമയത്താണല്ലോ നമ്മുടെ ശരീരത്തിലും മറ്റ് വൈറസും മറ്റ് അണുക്കളുമൊക്കെ കയറുന്നത്. അതുപോലെ തന്നെയാണ് ചെടികൾക്കും. പൊതുവേ നമ്മുടെ വാഴക്കൃഷിയിലാണ് ഇത് കണ്ടുവരുന്നത്. അതായത് വാഴയിൽ പീണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. അപ്പോൾ വാഴയ്ക്ക് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി 10 വാഴയ്ക്ക് നമുക്കൊരു 350 ഗ്രാം അല്ലെങ്കിൽ 400 ഗ്രാം വരെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. അതാണ് അതിൻ്റെ കണക്ക്. അതേസമയം നമ്മുടെ തെങ്ങിനാണ് എന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് നമുക്ക് 1/2 കിലോ എങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ മഗ്നീഷ്യം കൊടുക്കുമ്പോൾ നമ്മൾ ചെടിക്കായാലും അതായത് നമ്മളെ പച്ചക്കറി ചെടിക്കായാലും വാഴയ്ക്കായാലും തെങ്ങിനായാലും പൊട്ടാഷ് കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ പൊട്ടാഷ് കൊടുത്ത ഉടൻ തന്നെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചെടിക്ക് കൊടുക്കാൻ പാടില്ല. കാരണം പൊട്ടാസ്യം ക്ലോറൈഡും മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേരുമ്പോൾ പുതിയൊരു സംയുക്തം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും രാസവളങ്ങളോടൊപ്പം ചേർത്ത് മഗ്നീഷ്യം സൾഫേറ്റ് ചെടികൾക്ക് കൊടുക്കരുത്. അവിടെ കുറഞ്ഞത് ഒരു 10 ദിവസത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് ചെടിക്കുണ്ടാകുന്ന മറ്റൊരു ദോഷമെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കും. ചെടിക്ക് നല്ല വളർച്ച, നല്ല
പുഷ്ടിയോടെ വളർന്നു വരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ണ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിൽ ഈ മാഗ്നീഷ്യം സൾഫേറ്റിൻ്റെ അഭാവം കൂടുതലാണ്. അതായത് മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം നമ്മുടെ മണ്ണിൽ ആവശ്യത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്തേ മതിയാവൂ. പല മച്ചാന്മാരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മുടെയൊക്കെ ചെടികൾക്ക് ധാരാളം വളങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷേ ചെടി മുരടിച്ചു പോകുന്നു. അതിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ ഒരു കുറവ് അവിടെ നടത്തുന്നില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം. പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഫാക്ടംബോസ് ഇത്ര കൊടുക്കണം, നൈട്രജൻ വളമായ യൂറിയ ഇത്ര കൊടുക്കണം, അതുപോലെ തന്നെ പൊട്ടാഷ് ഇത്ര കൊടുക്കണം എന്നൊക്കെ. പക്ഷേ എന്നിരുന്നാലും ഈ മഗ്നീഷ്യം സൾഫേറ്റിനെ കുറിച്ച് അധികം ആർക്കും വലുതായിട്ട് വീഡിയോ ചെയ്തതായിട്ട് കാണാറില്ല. എന്നാൽ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളത്തിന് അധിക വിലയൊന്നുമില്ല. കൂടിപ്പോയാൽ ഒരു 20-30 രൂപയ്ക്കകത്തേ വിലയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ റോളെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചെടികൾക്ക്. അപ്പോൾ സാധാരണഗതി മച്ചന്മാരൊക്കെ എല്ലാവർക്കും തോന്നുന്നതാണ് നമ്മൾ ജൈവവളം കൊടുക്കുന്നതല്ലേ, അപ്പോൾ അതിൽ മഗ്നീഷ്യമില്ലേ? കാരണം അതിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കിട്ടണമെങ്കിൽ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ പില്ലിലൂടെയും മറ്റ് ഇലകളിലൂടെയുമൊക്കെ നമ്മുടെ പശുവും കന്നുകാലികളുമൊക്കെ ഇത് കഴിക്കൂ. ഈ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ അംശം മണ്ണിലില്ല എങ്കിൽ നമ്മുടെ കന്നുകാലിയുടെ ഉള്ളിലേക്കും ഇത് പോകില്ല. അങ്ങനെ വരുമ്പോൾ അത് വിസർജിക്കുന്ന ചാണകത്തിനായാലും ആട്ടിൻകാഷ്ടത്തിനായാലും കോഴിക്കാഷ്ടത്തിനായാലും ഒന്നും ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് തീർച്ചയായും ചെടികൾക്ക് കൊടുത്തിരിക്കണമെന്ന്. അതുപോലെ തന്നെ ഈ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം അടിവളമായിട്ട് തന്നെ നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മളെ ചെടിക്ക് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാതെ നല്ല പുഷ്ടിയോടെ വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ റോളെന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന പൊട്ടാസ്യം, അതായത് പൊട്ടാഷ്, ഇത് ചെടികളുടെ ഇലകളിലേക്കും അതുപോലെ തന്നെ കായുടെ അഗ്രഭാഗത്തും എത്തിക്കണമെങ്കിലും മഗ്നീഷ്യത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ് ചെടികൾക്ക്. മഗ്നീഷ്യം കിട്ടാതെ വരുമ്പോൾ ചെടികളിലുള്ള മഗ്നീഷ്യം ചെടികളുടെ മേളിലത്തെ ഇലകളിലേക്ക് കൊടുക്കുകയും അടിഭാഗത്തെ ഇലകൾ പഴുത്ത് ഈ മഞ്ഞ കളറായി മാറുകയും ചെയ്യും. അതായത് പച്ച നരമ്പ് തെളിഞ്ഞ് ഉൾഭാഗം മൊത്തം മഞ്ഞ കളറുമായി മാറും. മുകളിലത്തെ ഇലകളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ താഴത്തെ ഇലകളിലുള്ള മഗ്നീഷ്യം പൂർണ്ണമായും തീർന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.